ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മിത്സുബിഷിയുടെ ഓഫ് റോഡ് രാജകുമാരി എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. കാരണം മിത്സുബിഷി ഓഫ് റോഡ് രാജകുമാരി എന്ന് പറഞ്ഞത് ഓഫ് റോഡ് കിങ് എന്ന് പറഞ്ഞത് മിത്സുബിഷിന്റെ പജേറോ തന്നെയാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഓഫ് റോഡിൻ്റെ എല്ലാ സ്വഭാവം ഉള്ളതും എന്നാൽ ഒരു സോഫ്റ്റ് റോഡറിൻ്റെ, അതായത് ഒരു കാറിൻ്റെ യാത്രാസുഖം ഉള്ളതുമായ ഒരു വണ്ടി, അതാണ് മിത്സുബിഷിൻ്റെ ഔട്ട്ലാൻഡർ എന്ന് പറഞ്ഞ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടി. ഇത് 2008 എനിക്ക് തോന്നുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് 2010 മോഡൽ വണ്ടിയാണ്. അപ്പം ഇത് 16 സൈസ് ടയറാണ് ഇതിന് വരുന്നത് കേട്ടോ. 16 സൈസ് ടയർ ആയതുകൊണ്ട് തന്നെ ബോഡി റോളിംഗ് ഉണ്ടാവില്ല. ബോഡി റോളിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് യാത്രാസുഖം കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടാലറിയാം. ഇപ്പം ഓവറോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2400 cc 170 bhp പവർ വരുന്നൊരു വണ്ടിയാണിത്. 2400 cc 170 bhp വരുന്ന പെട്രോൾ എഞ്ചിൻ, MI വെക് എഞ്ചിൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ മിത്സുബിഷിന്റെ വിഖ്യാതമായ ഒരു എഞ്ചിനാണത്. ഒരുവിധം ലാൻസർ റെവല്യൂഷൻ എന്ന ഇതേ വണ്ടിൻ്റെ ലാൻസർ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മോഡലിൽ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഒരു അടിപൊളി വണ്ടിയാണത്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ പറയാൻ പറ്റും. ആ ഒരു വണ്ടിയൊന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടോ മിത്സുബിഷിയുടെ സർവീസിന്റെ പ്രശ്നം കൊണ്ടോ അവരുടെ ഭാഗ്യദോഷം കൊണ്ടോ എന്തായാലും ജപ്പാൻ കമ്പനി നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് കാലികമായ മാറ്റം വരുത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജപ്പാൻ വണ്ടിയുടെ എല്ലാ ക്വാളിറ്റിയും അടങ്ങിയ ഒരു വണ്ടിയാണ് ഈ ഔട്ട്ലാൻഡർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം. ഓഫ് റോഡർ വണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ ഓഫ് റോഡർ വണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു വണ്ടിക്കൊക്കെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം ഗിയർ ബോക്സ് പ്രശ്നമാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റോട്ടറി സ്വിച്ചാണ് ഇത് കൊടുക്കുന്നത് 4 വീൽ ഡ്രൈവിലേക്ക് മാറ്റുക. മക്കളാരെങ്കിലും ഇത് പിടിച്ചിട്ട് അറിയാതെ നമ്മൾ 4 വീൽ ഡ്രൈവിലേക്ക് മാറ്റി, അല്ലെങ്കിൽ 4 വീൽ ലോക്കിലേക്ക് മാറ്റി വണ്ടി ഓടുക, അങ്ങനെ ഗിയർ ബോക്സ് ഫെയിൽ ആവും. അതാണ് ഇതിന് കൂടുതലും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതല്ലാതെ എഞ്ചിൻ വൈസ് ഒരു പ്രശ്നങ്ങളും ഞാൻ 2016-17 കാലഘട്ടത്തിലായി വണ്ടി എടുക്കുന്നു. 9 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് പുറകുവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു വളരെ ക്യൂട്ടായിട്ട് ഒരു LED ലൈറ്റ്സ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്യൂട്ട് ഡിസൈനാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ട്രിപ്പിന് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ DJ പാർട്ടിക്കും മറ്റൊക്കെ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് 150-200 കിലോ വെയിറ്റ് താങ്ങാൻ പറ്റിയ ഒരു കപ്പാസിറ്റി ഇതിനുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു സീറ്റിന്. പിന്നെ അതുമാതിരി തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് റോക്ക്ഫോർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. 4 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നു എന്നാണ് അന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. അതിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. എന്തായാലും അതിൻ്റെ മ്യൂസിക് കേട്ട് അതിൽ വണ്ടി യാത്ര ചെയ്യാറുന്ന ഒരു അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ വേറെ ഹൈലൈറ്റ് എന്ത് 7 സീറ്റർ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 സീറ്റർ വണ്ടി നമ്മുടെ നാട്ടിൽ വളരെ റയറാണ്. ഈ ഔട്ട്ലാൻഡർ തന്നെ വളരെ റയറാണ്. 7 സീറ്റർ വണ്ടി ഇതിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റിയർ സീറ്റ് ഫോൾഡ് ചെയ്യാൻ ഇവിടെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫോൾഡായി. കൈൻ്റെ ഒരാവശ്യമില്ല, കൂട്ട് ഓപ്പണായി. അപ്പം ഇത് പിന്നെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ 6 RC-ലൊക്കെ 6 സീറ്റർ എന്നാണ് കൊടുത്തത്. അതായത് 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണെങ്കിലും കൂടി 4 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു സീറ്റാണ് കേട്ടോ. ഫുള്ളി ലെതറാണ് സീറ്റ് വരുന്നത്. 4 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സീറ്റാണ്. ബാക്കിലൊക്കെ കപ്പ് ഹോൾഡറും മറ്റു അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യങ്ങൾ വളരെ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ബോട്ടിൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേഴ്സ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ട് ഈ അടുത്ത കാലത്തേക്ക് പാഡൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് എല്ലാവർക്കും അറിഞ്ഞു വരുന്നത്. പാഡൽ ഷിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഗിയർ കയ്യിൽ മാറ്റി പോകാന്നുള്ളതാണ്. അതായത് നമുക്ക് മാനുവലായിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് പോകണം. വളരെ അതായത് പെട്ടെന്നൊക്കെ നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ CVT പിന്നെ ഗിയർ ബോക്സ് ആണല്ലോ, കുറച്ചൊരു ലാഗ് ഉണ്ടാവും. അപ്പം പെട്ടെന്നൊക്കെ ഗിയർ ചേഞ്ച് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. വളരെ സ്പോർട്ടി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണിട്ടത്.
അപ്പം സ്റ്റയറിംഗ് മൗണ്ടർ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ റോക്ക്ഫോർഡിന്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതിലൊരു കുറവ് എന്ന് പറയുകയാണെങ്കിൽ ഇത് സ്റ്റോറേജ് സ്പേസ് ആണ്, നമ്മളെ ടച്ച് സ്ക്രീൻ ഇല്ല. അപ്പൊ ഇന്നത്തെ വാഹനത്തിൽ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും സേഫ്റ്റി ഇല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ടച്ച് സ്ക്രീൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലോ ആയി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഞാൻ അതിൽപ്പെട്ട ആളല്ല. എനിക്ക് അതിലൊന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ മ്യൂസിക് കേൾക്കുന്നല്ലാതെ പിന്നെ മീഡിയാസ് ഒന്നും കാണാറോ മറ്റു കാര്യങ്ങളൊന്നും പതിവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വല്ല പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. പ്ലസ് മൈനസ് ഇവിടെയുണ്ട്. നമുക്ക് ഈ ഇവിടെയൊക്കെ കൊണ്ടുവന്നും പ്ലസ് മൈനസ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പാഡ് ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോള് കാര്യങ്ങൾ, പിന്നെ മീറ്ററിൽ എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ പിന്നെ മീറ്ററിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിന്നെ ഇപ്പം മാത്രം അറിയപ്പെടുന്ന വെന്റിലേറ്റഡ് സീറ്റ് 2008 ഇറങ്ങിയ വണ്ടിയിൽ ഈ വണ്ടിയിൽ ഒരു വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് അത്ഭുതകരമായ ഒരു വസ്തുത. കാരണം ഇന്നൊക്കെ ഞാൻ അറിഞ്ഞു വരുന്നുള്ളൂ വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേമാതിരി റോട്ടറി സ്വിച്ച് ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. പിള്ളേർ വല്ല ഇവിടെ ഇരുന്നിട്ട് നമ്മൾ റോട്ടറി സ്വിച്ച് ആണ് പറഞ്ഞത് ഫോർ വീൽ ലോക്ക്. അപ്പൊ അറിയാതെ തിരിച്ച് 4 വീൽ ലോക്കുള്ള വണ്ടി അറിയാതെ അങ്ങനെ ഓടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുക 4 വീൽ ലോക്ക് എന്നുള്ള അവിടെ കാണിക്കുമെങ്കിലും നമ്മൾ അറിയാതെ വണ്ടി സ്പീഡിലധികം ഒരു കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഹീറ്റായിട്ട് ഗിയർ ബോക്സ് പോകും. അതാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള മിസ്റ്റർ ഔട്ട്ലാൻഡറിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കംപ്ലൈൻസും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വണ്ടി ഒഴിവാക്കാനുള്ള കാരണവും. അതും ഗിയർ ബോക്സ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പാർട്സ് കിട്ടാനും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. പക്ഷെ നിലവിൽ മിത്സുബിഷി ഔട്ട്ലാൻഡറിന്റെ പാർട്സ് കിട്ടാനുണ്ട്. അതായത് അതിന് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഔട്ട്ലാൻഡറിന്റെ പാർട്സ് എല്ലാ പാർട്സും കിട്ടുന്നുണ്ട്. പാർട്സ് കിട്ടാത്ത ഒരു വിഷയമില്ല. അപ്പൊ എല്ലാ വിദേശ വണ്ടികളെമാതിരി കുറച്ച് ചെറിയൊരു ഡിലേ വരും. ബാക്കിയുള്ള മാരുതി കാറുകളുമാതിരി പോയി ഷോപ്പ് പോയപ്പോൾ തന്നെ സാധനം കിട്ടൂല. ഒരു 1-2 ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത സാധനം ഏത് പാർട്സും കിട്ടുക അവൈലബിൾ ആണ്. പിന്നെ ജപ്പാന്റെ പിന്നെ വണ്ടി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ, യാതൊരു സംശയവും. ജപ്പാൻ വണ്ടി എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഞാനിപ്പോ എന്റെ പോർച്ചില് പിന്നെ ഷീറ്റ് ഇട്ടാണ് കണ്ടറിയ. അപ്പൊ അവിടെ ഒരു BMW X1 നിർത്തിയിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഫിയറ്റിന്റെ ലിനിയ ഡിജറ്റ് ഉണ്ട്. ഈ വണ്ടി 3 നിർത്തിയിട്ടുണ്ട് കൂടെ. എന്നിട്ട് ഹീറ്റ് അടിച്ചിട്ട് എന്റെ സ്ക്രീന് പോയിട്ടുണ്ട്. സ്ക്രീൻ ചെറിയ മങ്ങൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വണ്ടി വെയിലത്തോ മഴയത്തോ എവിടെ ഇട്ടാലും ഇതിന്റെ യാതൊരു സ്ക്രീനിന് യാതൊരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പിന്നെ പാർട്സ് ഉപയോഗിച്ച് അസംബിൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഇന്നത്തെ വാഹനങ്ങൾ ഇത്രയും ക്വാളിറ്റി ഒന്നും സാധനങ്ങൾ കാണാനില്ല. പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 12 വോൾട്ട് ബാറ്ററി ചാർജിങ് സിസ്റ്റം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നീക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്കും മുന്നിലേക്ക് നീക്കി ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ അതേമാതിരി ഇലക്ട്രോണിക് സീറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് അപ്പൊ അതായത് ഒരു പ്രീമിയം വാഹനം, ഒരു ബെൻസ് സി ക്ലാസ് ആണെങ്കിൽ BMW X1 3 സീരീസ് ആ ഒരു കാറ്റഗറിയിലുള്ള വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വാസ്തവം. സൺറൂഫ് മാത്രം ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. സൺറൂഫ് നമുക്കത് ആവശ്യമില്ലല്ലോ. സൺറൂഫിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കോമഡിയാണ് അത്. അപ്പൊ സൺറൂഫിന്റെ ആവശ്യം നമുക്ക് ഏതായാലും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൺറൂഫ് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഗ്ലൗ ബോക്സ് ഉണ്ട്. ഗ്ലൗ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല കോൾഡും കൂടിയാണ്. ഗ്ലൗ ബോക്സ് കോൾഡും കൂടിയാണ്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പിന്നെ വെള്ളമൊക്കെ തണുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോൾഡ് സിസ്റ്റവും കൂടി ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് 2 ഉള്ളൂ. 2 എയർ ബാഗിൽ കൊടുത്തിട്ടുള്ളൂ. സൈഡ് എയർ ബാഗുകളൊന്നുമില്ല. ഇപ്പോഴാണ് എയർ ബാഗിന്റെ ഒരു അതിപ്രസരമാണ്. വണ്ടിക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ തീപ്പെട്ടി കൂടെ ആണെങ്കിലും കൂടി എയർ ബാഗ് ഉള്ള വാഹനം കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ കാഴ്ചപ്പാട് വാഹനങ്ങളുടെ. അപ്പൊ വാനിഷിന്റെ മിറർ കാര്യങ്ങളുണ്ട്. അതേമാതിരി സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. പിന്നെ ലൈറ്റ് ബാക്കിൽ ഫ്രണ്ടിൽ എല്ലാ കാര്യങ്ങളും. അതായത് ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി. പിന്നെ റൈഡിങ് കംഫർട്ടിന്റെ കാര്യമാണ് ഒന്നും പറയേ വേണ്ട. വണ്ടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ആൾ ഒഴിവാക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഞാൻ ഇതിൽ CNG കൊടുത്തിട്ടുണ്ട് കേട്ടോ. CNG പിന്നെ പാർക്കിംഗ് സെൻസറൊക്കെ കമ്പനി തന്നെ ഓൾറെഡി പാർക്കിംഗ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ CNG ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ മൈലേജ് 10-12 കിലോമീറ്റർ ഹൈവേയിൽ CNGയിൽ മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട്. നമുക്ക് ലാഭമാണ്. 85 രൂപയ്ക്ക് CNGക്ക് ഉള്ളൂല്ലോ. അപ്പൊ കമ്പൽഷനിൽ ബാക്കിയുള്ള വണ്ടിയായിട്ട് ഏതൊരു പെട്രോൾ വണ്ടിയാണ് 10-12 മൈലേജ് ഉള്ളൂ. അപ്പൊ ഇതിൽ CNGയിൽ 12 കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഹൈവേ വലിയ കയറ്റമൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് പെട്രോളൊക്കെ ഇട്ട് ഓടിക്കുക നന്നാവുക.
അപ്പോൾ ഏതായാലും 10-75-80,000 രൂപേൻ്റെ അടുത്ത് CNG കിറ്റിന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ വണ്ടി ഇന്നും ഞാൻ ഒഴിവാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫാമിലി ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വേറെ വണ്ടി ഉപയോഗിച്ചാൽ അതിനേക്കാളൊക്കെ യാത്രാസുഖം BMW കുറ്റം പറയല്ല. BMW എന്നൊക്കെ പറഞ്ഞ വണ്ടിയൊക്കെ ബാക്കിൽ നിന്ന് യാത്രാസുഖം ഇല്ലാത്തൊരു വണ്ടിയാണ്. കറക്റ്റ് 2 പേർക്കൊക്കെ പിന്നെ യാത്ര ചെയ്യാമെന്നുള്ളതല്ലാതെ നമുക്കൊരു 3 പേരൊക്കെ ഇരുന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആണ് BMW എന്ന വണ്ടിയൊക്കെ. പിന്നെ 3 സീരീസ് ആയാലും X1 ആയാലും X3 ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ BMW ഡ്രൈവേഴ്സ് കാറാണല്ലോ, ഡ്രൈവ് ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന കാറാണ് BMW. യാത്രക്ക് വലിയ ഒരു ഇതൊന്നായിട്ട് ഞാൻ എൻ്റെ ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. BMW കുറ്റം പറയല്ല കേട്ടോ. അപ്പോൾ അതിനെ വെച്ച് ഈ ഒരു വണ്ടി ഓടിക്കുക, പിന്നെ പൈലറ്റ് പിന്നെ കോ ഡ്രൈവർ ആയാലും നമ്മളായാലും ബാക്കിൽ യാത്ര ചെയ്യുന്ന ആളായാലും എല്ലാവരും ഹാപ്പിയാണ്. അതാണ് ഈ ഒരു വണ്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് എനിക്ക് ഔട്ട്ലാൻഡറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.